Assalamu alaikum. Welcome back to my channel Rinan's Cooking World. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ബോബ കോഫിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ നമ്മുടെ ബോബ റെഡിയാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ 1 കപ്പ് സാബുനരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളച്ചു വരുന്ന വെള്ളത്തിലോട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു വൈറ്റ് കളർ മാറി ഒരു ഗ്ലാസ് കളറായി വരുന്നത് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ആ വൈറ്റ് കളർ ഫുള്ളായിട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നന്നായി തിളച്ചതിൻ്റെ ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സാഗോ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് അതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മുടെ സാഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പാനിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഷുഗർ മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ ഇടുന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി ഈ ഒരു സിറപ്പ് ഇതിൽ നന്നായി മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോബ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബോബ മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് കോഫി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലോട്ട് 3/4 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഫിയുടെ ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബോബ കോഫി സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ഗ്ലാസ്സിലോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബോബ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ ഹോട്ട് ബോബ കോഫിയാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള പാലാണ് ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോബ കോഫി ഇവിടെ റെഡി ആവുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിലെ ഈ ഒരു ബബിൾസാണ് അതിലെ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാനൊരു ബോബ വെച്ചിട്ടൊരു സ്ട്രോബെറി ഡ്രിങ്കും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.